നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. എറണാകുളത്ത് യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഡോക്ടർക്കെതിരെ കേസ്. ആസ്റ്റർ മെഡിസിറ്റിയിലെ ഡോക്ടർ രാംകുമാറിനെതിരെ ചേരാനല്ലൂർ പോലീസ് കേസെടുത്തു. 35-കാരിയായ രോഗിയെ ചികിത്സയ്ക്കിടെ കയറി പിടിച്ചെന്നും ചുംബിക്കാൻ ശ്രമിച്ചെന്നുമാണ് പരാതി. ഇക്കഴിഞ്ഞ 10-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ആശുപത്രിക്കുള്ളിൽ വെച്ചാണോ ഈ യുവതിക്ക് നേരെ അതിക്രമം ഉണ്ടായത്? സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആശുപത്രി അധികൃതരും ഈ വിഷയത്തിൽ നൽകുന്ന വിശദീകരണം എന്താണ്? യുവതി ഇതുമായി ബന്ധപ്പെട്ട് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലെത്തിയ സമയത്താണ് ഇങ്ങനത്തെ ഒരു അനിഷ്ട സംഭവം ഡോക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ആദ്യം ഒരു തവണ യുവതിയെ ആക്രമിക്കാൻ തുനിഞ്ഞ സമയത്ത് യുവതി ഒഴിഞ്ഞു മാറിയിരുന്നു. പിന്നീട് അവരെ വട്ടമടക്കി പിടിച്ച് ചുംബിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതി നൽകിയിരിക്കുന്നത്. ചേരാനല്ലൂർ പോലീസിനാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഈ ആശുപത്രിയിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് വിഭാഗത്തിലെ ഡോക്ടറാണ് ഡോക്ടർ പി രാംകുമാർ. എന്തായാലും ചേരാനല്ലൂർ പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ട്. 35-കാരിയായ യുവതിയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ 10-ാം തീയതിയാണ്, കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ചികിത്സ തേടി വന്ന യുവതിക്ക് നേരെയാണ് ഇത്തരത്തിൽ ഡോക്ടറുടെ ഭാഗത്തു നിന്നും മോശമായ പെരുമാറ്റമുണ്ടായത്, ആക്രമണം ഉണ്ടായത്. അത്തരത്തിൽ അങ്ങനെ തന്നെ പറയണം, ആക്രമണം ഉണ്ടായത്. അത് ചേരാനല്ലൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് വിഷയത്തിൽ. അതേസമയം ആശുപത്രി അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ സ്വന്തം തീരുമാനപ്രകാരം തന്നെ എൻക്വയറിയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ നിന്ന് മാറി നിൽക്കുകയാണ് എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യത്തിലും പൂർണ്ണമായും ആശുപത്രി സഹകരിക്കുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അങ്ങേയറ്റം നിരാശാജനകമായ ഒരു സാഹചര്യമായി പോയി. കാരണം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിലൊക്കെ എത്തുന്നത് തീവ്രമായ രോഗസാധ്യതയുള്ള ആളുകളാണ്. അവർ ചികിത്സ തേടി എത്തുമ്പോൾ അത്തരത്തിൽ ആശ്വാസമാകേണ്ടുന്ന ഒരു ഡോക്ടറുടെ ഭാഗത്തു നിന്നുമാണ്. ഇദ്ദേഹം ഈ വിഭാഗത്തിൽ അത്യാവശ്യം മിടുക്കനായ അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു ഡോക്ടർ കൂടിയാണ്. അത്തരത്തിലുള്ള ഡോക്ടറുടെ കൺസൾട്ടിങ്ങിന് വരുമ്പോൾ രോഗി അതിൻ്റെതായ ഒരു കംഫർട്ട് സോൺ പ്രതീക്ഷിക്കുന്നുണ്ടാവാം. അതല്ലെങ്കിൽ അത്തരത്തിലുള്ള കംഫർട്ട് സോൺ നൽകേണ്ടുന്ന ആളുടെ ഭാഗത്തു നിന്നുമാണ് ഇങ്ങേയറ്റം മോശമായിട്ടുള്ള ഒരു പെരുമാറ്റം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമാണ്. എന്തായാലും ചേരാനല്ലൂർ പോലീസ് വിഷയവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുണ്ട്. 10-ാം തീയതിയാണ് തീർച്ചയായും നടന്നിട്ടുള്ളത്. ഇത് കഴിഞ്ഞ 10-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഉടൻ തന്നെ ഈ രോഗിയായിട്ടുള്ള യുവതി ആശുപത്രി അധികൃതരെ വിവരം അറിയിച്ചിരുന്നു, അതോ നേരിട്ട് പോലീസിൽ പരാതി നൽകുകയായിരുന്നോ? സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടല്ലോ. ഈ ഡോക്ടർ എവിടെ ഉണ്ട് എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും സൂചന പോലീസിൽ ലഭ്യമായിട്ടുണ്ടോ? അറസ്റ്റിലേക്ക് ഉടൻ തന്നെ പോലീസ് നീങ്ങുമോ? ആശുപത്രി അധികൃതരെ വിവരം അറിയിച്ചു എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് ആശുപത്രി അധികൃതരുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അതേ തുടർന്ന് യുവതി പരാതിയുമായി മുന്നോട്ട് പോവുകയാണ് എന്നറിയിച്ചിരുന്നു എന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട്. ഏത് നിലപാടാണ് അവർ എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്നിരുന്നാൽ പോലും നമ്മൾ സംസാരിച്ച സമയത്ത് നമ്മളോട് അവർ വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള, അതായത് ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യത്തിലും പൂർണ്ണമായും ആശുപത്രി സഹകരിക്കുമെന്ന് തന്നെയാണ്. അതിലെ പോലീസ് എന്ത് തരം അന്വേഷണമാണോ എൻക്വയറിയാണോ വെക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായ സഹകരണം ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് ആശുപത്രി അധികൃതർ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഡോക്ടർ ഇപ്പോൾ സ്വമേധയാ മാറി നിൽക്കുകയാണ്. ആശുപത്രി നടപടിയുടെ ഭാഗമായി മാറി നിൽക്കുന്നതല്ല. ഒരുപക്ഷെ മാറി നിന്നില്ലായിരുന്നെങ്കിൽ ആശുപത്രി അധികൃതർ അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുമായിരുന്നു എന്നവർ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ കേസ് വന്ന സാഹചര്യത്തിൽ ഡോക്ടർ രാംകുമാർ അവിടെ നിന്നും ആശുപത്രിയിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അത് ലൈംഗിക അതിക്രമ കേസാണ്, പീഡന പരാതിയാണ് ചേരാനല്ലൂർ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഡോക്ടർക്കെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടാകാനാണ് സാധ്യത. അറസ്റ്റ് പോലെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ ഡോക്ടർ എവിടെയെന്ന് ഈ പോലീസ് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ഡോക്ടറുടെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയോ അതല്ലെങ്കിൽ മറ്റു തുടർ നടപടികളോ ഒന്നും ഇതുവരെ ആയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ആശുപത്രി അധികൃതർ നൽകുന്ന സൂചന ഒരുപക്ഷെ ഇയാൾ ഈ ഡോക്ടർ രാംകുമാർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കാനുള്ള സാധ്യത ഉണ്ടാകാം. അത്തരം നീക്കങ്ങൾ നടത്തുന്നുണ്ടോ? മാത്രമല്ല ഇതിനു മുൻപ് ഈ ഡോക്ടർക്കെതിരെ ഇതുപോലുള്ള ഏതെങ്കിലും പരാതികൾ ഉയർന്നിട്ടുള്ളതാണോ?
മുൻപ് ഡോക്ടർക്കെതിരെ ഇത്തരം പരാതികൾ ഉയർന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നോ ആശുപത്രി അധികൃതരോട് സംസാരിച്ചെന്നോ വ്യക്തമായിട്ടില്ല. പക്ഷേ ടോം സൂചിപ്പിച്ചതുപോലെ ഡോക്ടർ രാംകുമാർ ഒളിവിലാണ് എന്നുള്ളൊരു സൂചകങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം രാംകുമാറിനെ ഇതുവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് ചേരാനല്ലൂർ പോലീസ് വ്യക്തമാക്കുന്നത്. അതേസമയം ഈ കേസ് രജിസ്റ്റർ ചെയ്ത്, അതായത് മിനിയാന്നാണ് ഇതുമായി ബന്ധപ്പെട്ട സംഭവം ഉണ്ടാകുന്നത്. ആ കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ തന്നെ താൻ ഈ ആശുപത്രിയുമായുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്ന് ഡോക്ടർ സ്വമേധയാ തീരുമാനമെടുക്കുകയായിരുന്നു എന്നാണ് ആശുപത്രി അധികൃതരും വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഡോക്ടർ ഒളിവിലാണ് എന്നുള്ള സൂചകങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ മുൻകൂർ ജാമ്യാപേക്ഷയുമായുള്ള അല്ലെങ്കിൽ തുടർ നടപടികളുമായി ബന്ധപ്പെട്ട ഡോക്ടറുടെ ഭാഗത്തു നിന്നും നീക്കമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും പി രാംകുമാർ എന്ന് പറയുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ വിഭാഗത്തിലെ ഡോക്ടറാണ് ഈ യുവതിയോട് 35 വയസ്സുള്ള യുവതിയോട് അപമര്യാദയെ പെരുമാറിയത്. അതേ തുടർന്ന്, അതായത് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച യുവതിയാണ്. അതേസമയം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ട് പോലും അതിനനുവദിക്കാതെ അവരെ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ചെന്നെത്തുകയായിരുന്നു കാര്യങ്ങൾ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത് കേട്ടോ. യെസ്, വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളത്തെ പ്രമുഖ ആശുപത്രിയിലെ ഡോക്ടർക്കെതിരെയാണ് ലൈംഗിക പീഡന പരാതി ഉയർന്നു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. 35-കാരിയായ രോഗിയെ ചികിത്സയ്ക്ക് എത്തിയപ്പോൾ കയറി പിടിച്ചെന്നും ചുംബിച്ചെന്നുമാണ് ഡോക്ടർക്കെതിരെയുള്ള പരാതി. പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഡോക്ടർ ഒളിവിൽ പോയിരിക്കുകയാണ്.